അതാണ് കുഞ്ഞെ ഞാൻ പറയുന്നത്. നിങ്ങളുള്ള കാലം പെണ്ണുങ്ങളോട് കച്ചറ കൂടി തീർക്കണ്ട. ഉള്ള കാലം 10 റുപ്യൻ്റെ പണി എന്തെങ്കിലും എടുക്കാൻ നോക്കി. അതിന് പറ്റിയൊരു പണിയുണ്ട്, അത് ഞാൻ പറഞ്ഞേറ്റേ. അങ്ങനെയാണെങ്കിൽ പറയും. കുറച്ച് ആടാൻ കോഴികൾ പോറ്റിയാൽ വളർത്താം. ആടാൾക്ക് കോഴിക്കൊക്കെ എന്താ വില തന്നെയല്ല. ആട്ടുംകാട്ടത്തിന് കോഴിക്കാട്ടത്തിന് പെരും വിലയാണ്. അത് പാത്തിച്ചാൽ കയറി വില കുഞ്ഞ് പാത്തൊക്കെ തോറും കാലപ്പായ്ക്ക് കൂടുന്തോറും വില കൂടുന്ന സാധനമാണ്. ഒരു ചാക്കിൽ കെട്ടിയിട്ട് ഒരു മൂലക്കല എടുത്താൽ മതി. ആൾക്കാർ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചാക്ക് കണക്കിന് എടുത്താൽ അങ്ങനെ കൊടുക്കുക. ചാക്ക് കണക്കിന് ആട്ടുംകാട്ടും കോഴിക്കാട്ടും വിൽക്കാണ്ടായാലും പിന്നെ ഓൻ്റെ പിന്നെ പറയല്ല. വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ നടക്കരുത് എന്ന് പറഞ്ഞ മാതിരി ഈ പറഞ്ഞ സംഗതി ഒന്നും തിരക്കാറില്ല. പക്ഷേ ഇത്രമാത്രം ആടിനെയും കോയിനെയും വാങ്ങാനുള്ള കായ് എവിടുന്ന് കിട്ടും? അതുകൂടി ഒന്ന് പറഞ്ഞുകൊണ്ടാ. നിങ്ങളെ ബാപ്പാൻ്റെ അടുത്ത് പൂത്ത പൈസ അല്ലേ, ആ പൈസയൊക്കെ നിങ്ങളറിയാതെ വീരാനും ഐദ്രോസും പറ്റിച്ചോണ്ട് പോണ്ട്. അത് ഇങ്ങക്കും കൂടി അവകാശപ്പെട്ടതല്ലേ. ഇപ്പം തന്നെ ചെന്ന് ഒരു 30,000 ഉറുപ്പ്യ ഇങ്ങക്കും തരാൻ പറയും. അത് ശരിയാ. മേപ്പരമില്ലാത്തവനെ തീപ്പൊരി പേടില്ല എന്ന് പറഞ്ഞ മാതിരി ബാപ്പാൻ്റെ അടുത്ത് നിന്ന് 30,000 കിട്ടിയാൽ നമുക്ക് ആടിനെയും കോയിനെയും വാങ്ങാം. മനസ്സിലായില്ലേ? അതന്നെ, ഞാൻ വേഗം വിട്ടോ. നിങ്ങളെ കാരണവര് ഐദ്രോസ് പൈസ ചോദിക്കാൻ വേണ്ടി ബാപ്പാൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ആ പിന്നെ ചോദിക്കുമ്പോ ഒരു 50,000 തന്നെ ചോദിച്ചോ, എന്നാലേ ഒരു 30,000 കിട്ടുള്ളൂ.